ಹೌದು. ഹായ് കുട്ടികളെ, ಯಾರು ನೋಡ್ಲಿಲ್ವ? എല്ലാവർക്കും സുഖന്നല്ലേ? ನೋಡಿದರೆ ಬೈದಾರು. പിന്നെന്ത് വിശേഷം? മഴയില്ല മക്കളെ, ഇവിടെ ചൂട് 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 സഹിക്കാൻ പറ്റുന്നില്ല മക്കളെ. നമ്മൾ ബ്ലാത്തി ചക്കയില്ലേ, ബ്ലാത്തി ചക്കയ്ക്ക് ഇവർ നീർഗുജ എന്ന് പറയും. അതിൻ്റെ പൊടിയാക്കി അരിയും മുളകും ജീരകവും അരിപ്പൊടിയില്ലേ, അരിപ്പൊടി മുളകും ജീരകവും ഉപ്പ് എല്ലാം ഇട്ട് കട്ടിയിൽ പെരക്കിയിട്ട് പിന്നെ ഇങ്ങനെ നമ്മളിങ്ങനെ മുക്കിയിട്ടല്ലേ എണ്ണയിലിടുന്നത്. ഇവരങ്ങനെയല്ല, കട്ടിയിൽ മസാല ആക്കിയിട്ട് അതിൻ്റെ മേലെ ഈ പിന്നെ നീർഗുജ അറിഞ്ഞാൽ ബ്ലാക്ക് ചക്ക അത് നേർക്കനെ മുറിച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കൈകൊണ്ട് പരട്ടിയിട്ട് എണ്ണയിലിടും. ഇവരെ രീതി അങ്ങനെ. കാപ്പി തണിഞ്ഞു പോന്ന് ഗുളിക താന്ന് മാത്രം അറിഞ്ഞാൽ ഗുളിക താന്ന് പറയും. ഇത് സെക്കയിൽ എല്ലാം ബന്ധു മോളെ ബന്ധു. ഓ മക്കളെ, സഹിക്കാൻ പറ്റുന്നില്ല. എന്താക്കല് അല്ലേ? പിന്നെന്ത്, ഞാൻ ഈ കഴിഞ്ഞതിൽ വീഡിയോ ഇട്ടതിൽ എല്ലാവരും നോക്കിയിട്ടുണ്ട്. ഇനി പിന്നത്തെ വീഡിയോ ഇട്ടതിൽ ആരും നോക്കിയിട്ട് നമുക്ക് അടിപൊളി വീഡിയോ ഇടാനൊന്നും പറ്റില്ല, അറിയില്ല. പിന്നെ അമ്മമാരെ കിട്ടിയിട്ടില്ല. പിന്നെ നമ്മൾ വലിയ ബോർഡ് താഴെ വെച്ചിട്ടാണ്. നമുക്ക് താഴെ വെക്കണമെങ്കിൽ താഴെ വീട് കിട്ടണം, നല്ലൊരു വീട് കിട്ടണം, മുറ്റമൊന്നുമില്ല വീട് കിട്ടണം. അത് സംഘടിപ്പിച്ചിട്ടായിട്ട് അടുത്ത വർഷം നോക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ കിട്ടിയാൽ താഴെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ഇപ്പുറമൊന്നുണ്ട്, അത് എടുക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട്. ആളെ കിട്ടിയാൽ തൽക്കാലത്തേക്ക് ഈ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കാൻ പറ്റാത്ത അമ്മമാരുണ്ടെങ്കിൽ കൊണ്ടുവരണം, നമ്മൾ നന്നായി നോക്കും. പിന്നെ ഇത്രയേ പറയാനുള്ളൂ. പിന്നെ ഭയങ്കര വിഷമത്തിലാണ്. വിഷമം പറയാൻ പറ്റുന്നില്ല മക്കളെ. ഇല്ല അമ്മ, അവൻ്റെ മോന് പെണ്ണ് ശരിയാവാത്തത് കൊണ്ട്, കല്യാണം കഴിക്കാൻ പെണ്ണ് ശരിയാവാത്തത് കൊണ്ട് കുറേ ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. അതിൻ്റെ തലവേദന വേറെയുണ്ട്. പിന്നെ 2 പിലാവുണ്ട്, 2 നല്ല പിലാവ് ഭരിക്കുകയെന്ന്, 2 നല്ല ചോള. പിന്നെ പൈനാപ്പിളിൻ്റെ രുചി മണമുള്ളൊരു ചക്കയാണ്. അതിൻ്റെ അപ്പുറത്തെ വരെ അതിൻ്റെ അടി മരത്തിൻ്റെ അടുത്ത് തന്നെ വീട് കെട്ടുന്നുണ്ട്. അപ്പോൾ കൊത്താൻ പറഞ്ഞിട്ടുണ്ട്. കൊത്തേണ്ട ആവശ്യമില്ല, ഏല് മാത്രം കൊത്തിയാൽ മതി. അതിനപ്പുറത്തെ മരമുള്ളത് ഇത് അടുത്തുള്ളവരെ കിണർ എത്ര ഒരു 2-3 മീറ്റർ ദൂരമുള്ളത്. എന്നിട്ട് അവരുണ്ടത് കൊത്താൻ. അപ്പോൾ നമ്മൾ നിങ്ങൾ കൊത്തിക്കോളും, നമ്മളടുത്ത് പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ വേറെ പഞ്ചായത്തിലെ ഈ വാർഡിലില്ല, അവർ പറഞ്ഞു അത് കൊത്തേണ്ട യാതൊരു ഇതുമില്ല, വേല് മാത്രം കൊത്തിയാൽ മതി. പിന്നെ പ്ലാവ് പണ്ടേ ഉള്ളതല്ലേ, നിങ്ങൾ അവർ വീട് കെട്ടുന്നതിന് മുമ്പേ പ്ലാവില്ലതല്ല, അപ്പോൾ അത് മുറിക്കാൻ പറ്റില്ല, അവർ ഏല് മാത്രം മുറിച്ചാൽ മതി. അങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞിന് അവരോട്, ഞങ്ങൾ ഏല് മാത്രമേ മുറിക്കുന്നുള്ളൂ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അതിൻ്റെ എല്ലാം വല്ലാത്തൊരു പിന്നെ ടെൻഷനാണ്, വല്ലാത്തൊരു മനസ്സിന് അത്ര ഒരു സുഖമില്ല. പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബോറ് കുഴിച്ചിന്, കിണറുണ്ട്, കിണർ മൂടാന്ന് ചോദിച്ചത് വീട്ടിനനുസരിച്ച കിണറല്ല. അപ്പോൾ അടുത്തുള്ളവർ ആര് എന്തെന്നറിയില്ല കുറേ ചാക്കിൽ കച്ചറ കൊണ്ടിട്ട്, ചെരുപ്പ് മതി ഇതെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ അതിന് നമ്മൾ 3000 രൂപ കൊടുത്തിട്ട് അതെല്ലാം ക്ലീനാക്കി. വെറുതെ പൈസ 3000 രൂപ കൊടുത്തിട്ട് അതെല്ലാം ക്ലീനാക്കി. ഇങ്ങനെ ഒരുപാട് പണിയെടുക്കുന്നു, എയിലെ പോകുന്നു എന്നറിഞ്ഞു.
ആ ആ കണ്ടിന്. ഓക്കെ ബൈ ബൈ. അമ്മ വിളിക്കുന്നുണ്ട്. അമ്മ ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്നു.